ലോകമറിയുന്ന ഒരു കനേഡിയൻ മനഃശാസ്ത്രജ്ഞനാണ് നമ്മുടെ ഡോക്ടർ ജോർദാൻ പീറ്റേഴ്സൺ. അദ്ദേഹം പറയുന്നു, അമേരിക്ക ഇന്ത്യയെ ഭയപ്പെടുന്നു. അങ്ങ് അത് വിശ്വസിക്കുന്നുണ്ടോ? മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ്. അതെ, അദ്ദേഹം വെറുമൊരു മനഃശാസ്ത്രജ്ഞനല്ല, മതം, തത്വശാസ്ത്രം, രാഷ്ട്രീയം, അങ്ങനെ നിരവധി മേഖലകളിൽ അവഗാഹമുള്ള പണ്ഡിതനായ ഒരു വ്യക്തിയാണ്. ലോകത്തിലെ പല പ്രസിദ്ധങ്ങളായ യൂണിവേഴ്സിറ്റികളിലും ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്, പ്രഭാഷണത്തിന് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള വളരെ വിഖ്യാതനായ, നമ്മുടെ നാട്ടിൽ അത്ര പരിചിതനല്ലെന്നേ ഉള്ളൂ, അമേരിക്കയിലും കാനഡയിലും ഒക്കെ അദ്ദേഹത്തിന് വലിയ പേരാണ്. അദ്ദേഹം പറയുന്നു അമേരിക്ക ഇന്ത്യയെ ഭയപ്പെടുന്നു എന്ന്. അങ്ങ് അത് വിശ്വസിക്കുന്നുണ്ടോ? അതിൽ വരാം. അതിനു മുമ്പ് ആ മനഃശാസ്ത്രജ്ഞൻ, അതായത് മനഃശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനസ്സിലെ കാര്യങ്ങളെ കുറിച്ച്, മനസ്സിനെ കുറിച്ച് പഠിക്കുകയും അപഗ്രഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾ. ഇതിപ്പം മനുഷ്യന്റെ മനസ്സല്ല, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ മനസ്സറിയാൻ വന്നിരിക്കുകയാണ് അദ്ദേഹം, അല്ലേ? അങ്ങനെയാണ് തോന്നുന്നത്. അദ്ദേഹം ശ്രമിക്കുന്നു. ചാരപ്രവൃത്തി എന്ന് ഞാൻ പറയത്തില്ല, ഇല്ല, ആരോഗ്യകരമായ സമീപനമാണ്. അതായത് ഭയക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയക്കുന്നുണ്ട്. അമേരിക്ക മാത്രമല്ല, ലോകം മുഴുവനും ഭയക്കുന്നു. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇന്ന് വന്ന വാർത്ത തന്നെ കണ്ടില്ലേ? സെലൻസ്കി പറഞ്ഞിരിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ ഭാരതം ഇടപെടണമെന്ന്. നരേന്ദ്രമോദി ഇടപെടണം, പേരെടുത്ത് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകേണ്ട ചില്ലറ കാര്യമൊന്നും അല്ല നമ്മൾ. റഷ്യയെ പറഞ്ഞു നിർത്താനുള്ള കഴിവും ശക്തിയും നമുക്കുണ്ടെന്നാണ് അതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. റഷ്യയുടെ കയ്യിൽ എന്തെല്ലാം ആയുധമുണ്ട്, ചൈനയുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്, ഇതൊക്കെ അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യയുടെ കയ്യിൽ എന്തുണ്ട് എന്ന് അമേരിക്കയ്ക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. ഇന്ത്യ വളരെ സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. അറ്റാക്ക് നടത്തുന്നതും സൈലന്റ് ആയിട്ടാണ്. ഒരു സൂചനയും ഇല്ല. ഓപ്പറേഷൻ സിന്ദൂർ അത് കണ്ടു. 16 മിനിറ്റ്, 16ാമത്തെ ദിവസം 16 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുത്തു. അപ്പൊ ഇതൊക്കെയാണ് പിന്നെ കൂടുതൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. ഒരു മനഃശാസ്ത്രജ്ഞന്റെ ഒരു വിശകലനത്തിലേക്ക് അതൊക്കെ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ സംഭവിച്ചതായ ഒരു നേട്ടമാണ്. ഇത് ആയുധശക്തിയുടെ കാര്യത്തിൽ, ഇതുപോലെ സമ്പദ് ശക്തിയുടെ കാര്യത്തിലും ഇന്ത്യ വേറെ തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലോകമഹാരാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പീറ്റേഴ്സൺ പറയുന്ന മറ്റൊരു കാര്യം കൂടി, അദ്ദേഹം പറയുന്നു ഈ ലോകം ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തതയിലാണ്. സത്യത്തിൽ ഇന്ത്യയുടെ മണ്ണിനടിയിൽ ഒരു രഹസ്യ ശക്തി ഒളിഞ്ഞിരിക്കുകയാണ്. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ ഇന്ത്യയുടെ ക്ഷമ, ഇന്ത്യയുടെ രഹസ്യാത്മകത ഒക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ആ ശക്തി വിശേഷമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അപാരമായ ക്ഷമയുള്ളൊരു രാഷ്ട്രമാണ് ഇന്ത്യ. അതുപോലെ തന്നെ വലിയ രഹസ്യാത്മകതയുണ്ട്. ഇന്ത്യ എന്താണ് ചെയ്യുന്നതെന്ന് മറ്റാരും അറിയുന്നില്ല. ഈ അമേരിക്ക, ലോക പോലീസ് ചമഞ്ഞ് നടക്കുന്ന അമേരിക്ക പോലും അറിയുന്നില്ല. ഇന്ത്യയുടെ കരുത്ത് എന്താണെന്ന് കുറേശ്ശെ മനസ്സിലാക്കുമ്പോൾ പെൻറ്റഗണിലെ ജനറൽമാർ പോലും ഞെട്ടിത്തരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ഒരു ഭയം നിറഞ്ഞ മൗനം വാഷിങ്ടണിൻ്റെ ഇടനാഴികളിൽ തളം കെട്ടി നിൽക്കുന്നു ഇന്ത്യയെക്കുറിച്ച് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, കിഴക്ക് ഒരു പുതിയ ശക്തി ഉദയം ചെയ്തിരിക്കുന്നു, അത് ഇന്ത്യയാണ്. ആ ശക്തി ഒരു വലിയ മതിൽ നിർമ്മിച്ചിരിക്കുകയാണ് പ്രതിരോധത്തിൻ്റെ. അതിനെ ഭേദിച്ച് അവിടേക്ക് കടന്നു ചെന്ന് നമുക്കൊന്നും അറിയാൻ സാധിക്കില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ലോകത്തിന് മേൽ ഒരു വല്ലാത്തൊരു പുതിയ തരം ആധിപത്യം വരാൻ പോവുകയാണ്. അത് ഈ സൈനിക ബലത്തിലല്ല, അറിവ് കൊണ്ടും ക്ഷമ കൊണ്ടും സമാധാനം കൊണ്ടും ശാന്തി കൊണ്ടും വ്യാപാരം കൊണ്ടും ഒക്കെ ഒരു വലിയ ആധിപത്യം ലോകത്തിന് മേൽ ഉണ്ടാകാൻ പോകുന്നു. അതിൻ്റെ കടിഞ്ഞാൺ ഇന്ത്യയുടെ കയ്യിലായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, ഇന്ത്യ ഈ ഏറെക്കാലം ഒരു പ്രാദേശിക ഇതായിട്ട് മാത്രം ഒതുങ്ങി നിന്ന കാലമുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് പോയി. ഇപ്പൊ ഇന്ത്യയുടെ മണ്ണിൽ എന്തോ രഹസ്യാത്മകമായി ഉണ്ട് എന്നാണ് ഈ മനഃശാസ്ത്രജ്ഞന്റെ ഒരു വിശകലനം. അതെ, ആ മണ്ണിനടിയിൽ ഇപ്പൊ കുഴിച്ചു കഴിഞ്ഞാൽ കണ്ടെത്തും എന്നല്ല, വളരെ രഹസ്യാത്മകമായിട്ട് ഇന്ത്യൻ മണ്ണിൽ അതങ്ങനെ വളരുന്നുണ്ട്.
എന്തോ ഒരു കാര്യം ഇങ്ങനെ വൈബ്രന്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു മാസ്മരികതയുള്ള ഇടമായിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യയുടെ കയ്യിലെ ആ രഹസ്യാത്മകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അത് വളരെ സുതാര്യമാണ്. നമ്മുടെ രാജ്യത്തിലുള്ള മുഴുവൻ പേർക്കും അതറിയാം. അത് സുതാര്യമാകാൻ തുടങ്ങിയത് തന്നെ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിലാണ്. അതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം കാര്യങ്ങളാണ്, ആയുധ ഇടപാടുകൾ നടക്കുന്നു, എന്താണ് അവിടുന്ന് വാങ്ങുന്നു, അതിൽ കമ്മീഷൻ എടുക്കുന്നു, എന്താണ് അഴിമതി നടക്കുന്നു, എന്തെല്ലാം ഇടങ്ങളിൽ അല്ലെ സ്പെക്ട്രം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഇത് ആകാശത്തും കടലിലും പാതാളത്തും അഴിമതി നടന്നു എന്നാണ്. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും ശ്രദ്ധ മുഴുവൻ പ്രധാനമന്ത്രിയിലേക്കാണ് പോയിരിക്കുന്നത്. ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസ് പോലും ഇപ്പോൾ കൂടുതലായിട്ട് ഇന്ത്യൻ ജനത ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ജനങ്ങളുമായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസും അടുത്തിടപഴകുന്നു. ആർക്കും പരാതിപ്പെടാം, ആർക്കും കത്തയക്കാം, ആർക്കും നിർദ്ദേശങ്ങൾ വെക്കാം. ഒരു ഉദാഹരണം, നമ്മുടെ ഈ പത്മ അവാർഡുകൾ ഇന്നിപ്പോൾ ജനങ്ങൾക്ക് നിർദ്ദേശിക്കാം. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകളൊക്കെയാണ് നിർദ്ദേശിക്കുന്നത്, പേരുകൾ കൊടുക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് വരെ ഇവിടെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു കർഷകൻ ഞങ്ങളുടെ നാട്ടിൽ, ഈ അപൂർവ വിത്തുകൾ സംരക്ഷിക്കുന്ന ഒരു കർഷകൻ ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഇദ്ദേഹത്തിൻ്റെ സേവനം വളരെ വലുതാണ്, അദ്ദേഹം ഭാവിക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രയത്നിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞ് ഒരു കത്ത് അങ്ങോട്ട് ചെന്നാൽ ഉടനെ അത് അന്വേഷണം തുടങ്ങും. ആ ആളിനെ തേടി കണ്ടുപിടിച്ച് ആളിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഉചിതമായ രീതിയിൽ ആദരിക്കുന്നു, പുരസ്കാരം നൽകി ആദരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് കേട്ടുകേൾവിയില്ല. ഒരുപക്ഷെ രാജഭരണകാലത്തൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. മൻ കി ബാത്തിനെ അത് പരാമർശിക്കും. അതും പറയുന്നുണ്ട്. എല്ലാ മാസവും അവസാന ഞായറാഴ്ചയിലാണ് പ്രതിമാസ റേഡിയോ പരിപാടി. ആർക്കും മൻ കി ബാത്തിലേക്കുള്ള ഇതുപോലെ കാര്യങ്ങൾ എന്തെങ്കിലും പ്രത്യേകതകളുള്ളത് അറിയിച്ചു കഴിഞ്ഞാൽ അവരിതിൽ അന്വേഷണം നടത്തി പ്രധാനമന്ത്രി അത് രാഷ്ട്രത്തിലെ ജനങ്ങളോട് പറയും. ഇതിപ്പോൾ 123 ലക്കമായി. തുടങ്ങിയ സമയത്ത് ഇതിനെ എന്തെല്ലാം വിമർശിച്ച പരിഹസിച്ചെന്നറിയാമോ? ഈ കാലത്ത് ആര് റേഡിയോ കേൾക്കുന്നു എന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. എന്തായാലും സാർ, ഇപ്പോൾ ഈ പീറ്റേഴ്സൺ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, നമ്മൾ ചർച്ച തുടങ്ങിയത് അങ്ങനെയാണല്ലോ. അങ്ങ് പറഞ്ഞു ഈ റഷ്യയും ചൈനയും ഒക്കെ എന്ത് ചെയ്യുന്നു എന്ന് അമേരിക്കയ്ക്ക് അറിയാം, പക്ഷേ ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്ന് അറിയില്ല. ഇപ്പോൾ പീറ്റേഴ്സൺ പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ത്യ ചെയ്യുന്നത് എന്താണെന്ന് ഒരിക്കലും മനസ്സിലാകില്ല. ഒരു വെടി പോലും ഉതിർക്കാതെ, ഒരു വെടിയുണ്ട പോലും പായിക്കാതെ തൻ്റെ ശത്രുവിനെ വരുതിയിലാക്കാൻ കഴിയുന്ന കരുത്ത് ഇന്ത്യക്കുണ്ട്. അത് നിസ്സാരമല്ല, നിങ്ങളതിനെ ചെറുതായിട്ട് കാണരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് പ്രതിരോധ സംവിധാനത്തെയും തകർക്കാൻ കഴിയുന്ന അതിവിശിഷ്ടങ്ങളായ രഹസ്യ ആയുധങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അപ്പോൾ അങ്ങനെ ഇത് പറയുന്നത് ഒരു മനഃശാസ്ത്രജ്ഞനാണെങ്കിലും അദ്ദേഹം ഈ പറയുന്നത് പോലെ വളരെ വിശദമായിട്ട് ആഴത്തിൽ ഇന്ത്യയെ പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത്. ഈ പറഞ്ഞതുപോലെ, അങ്ങ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യയും അതിനു മുമ്പുള്ള ഇന്ത്യയും തമ്മിൽ ഒരു താരതമ്യം ചെയ്താൽ ആർക്കും ഇത് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പറയുന്നു, അമേരിക്കൻ തെരുവുകളിൽ, പ്രത്യേകിച്ചും വാഷിങ്ടൺ DC-യിൽ മൗനം തളം കെട്ടി നിൽക്കുന്നു. അവരൊന്നും മിണ്ടുന്നില്ല. അവർ ഭയപ്പെടുത്തുന്ന മൗനം എന്നാണ് പറയുന്നത്. കാരണം പെൻറ്റഗണിനെ പോലും പിടിച്ചു കുലുക്കുന്ന തരത്തിൽ പെൻറ്റഗണിലെ ജനറൽമാർ പോലും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഏതൊക്കെ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കും, എന്തൊക്കെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുപോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അമേരിക്കൻ ചാരസംഘടനകളൊക്കെ അവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഈ പീറ്റേഴ്സൺ ഇപ്പോൾ പറയുന്നത്. ജോർദാൻ അദ്ദേഹം എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത്. അദ്ദേഹം ഒരു ചെയ്യുന്നത് അങ്ങനെയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇതിൽ നിന്നാണ് കിട്ടിയത്. അദ്ദേഹം എവിടെയോ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ ലോകത്തിന് മേൽ അമേരിക്കയുടെ അധീശത്വം അവസാനിച്ചിരിക്കുന്നു. ഈ അമേരിക്കൻ ഹെജിമണി ഇനി ഉണ്ടാകില്ല. ലോക പോലീസ് ചമയൽ ഇനി വേണ്ട. പറയുന്നത് ഒരു കനേഡിയനാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അത് ക്ഷമ കൊണ്ടും അറിവ് കൊണ്ടും സഹകരണം കൊണ്ടും സഹവർത്തിത്വം കൊണ്ടും ഒക്കെ ലോകത്തിനു മേലൊരു പുതിയ ആധിപത്യം സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ കടിഞ്ഞാൺ ഇന്ത്യയുടെ കയ്യിലായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.